ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈലിൽ നല്ല വറുത്തരച്ച കോഴിക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 1 kg ചിക്കൻ ആണ്. അപ്പോൾ നല്ല വൃത്തിയായി കഴുകിയെടുത്ത ചിക്കൻ നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായി ഉപ്പ് 1 ടീസ്പൂൺ, കാശ്മീരി മുളക് 1 ടീസ്പൂൺ, കാശ്മീരി മുളക് ഇല്ലെങ്കിൽ നോർമൽ മുളക് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ഒരു 1/2 ലെമണും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നമുക്കത്. ഇതിന് ശേഷം തേങ്ങ വറുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കേണ്ടതുണ്ട്. ഒരു 2 ഗ്രാമ്പൂ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്രാമ്പൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജാതിപത്രിയുടെ ഒരു ചെറിയ കഷ്ണമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു ഏലക്കായ, 1 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് മണി. എല്ലാം കൂടെ കുറച്ച് നേരം വറുത്ത ശേഷം നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കപ്പ് തേങ്ങ ചേർക്കാം. പിന്നെ 2 വെളുത്തുള്ളി അല്ലിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായി വറുത്തെടുക്കുക. അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കുറേ നേരം ഇങ്ങനെ ഇളക്കി കുറച്ച് ക്ഷമയോടുകൂടെ ചെയ്യേണ്ട ഒരു ജോലിയാണ് ഇത്. നമ്മൾ നല്ലോണം തീ കൂട്ടി വെച്ചിട്ട് വറുത്ത് കഴിഞ്ഞാൽ ചിലപ്പം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെയാണ്, നമ്മളെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും. അപ്പം ഒന്ന് നന്നായി ക്ഷമയോടുകൂടി ഇളക്കിയെടുത്ത് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണേ, അല്ലെങ്കിൽ അത് വീണ്ടും കരിഞ്ഞു പോകും. അത് നമുക്ക് ആറാൻ വെക്കാം. ഇനി നമുക്കൊരു മിക്സി എടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 4 അല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം മല്ലിയിലയും, ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് ചെറിയ കഷ്ണം പുതിന ഇലയും ചേർത്ത് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ച വറുത്ത തേങ്ങയും നല്ല പേസ്റ്റായി അരച്ചെടുത്ത് വെക്കണേ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി പാൻ വെച്ച് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വലിയ ഉള്ളി അരിഞ്ഞതാണ് ഞാൻ ചേർക്കുന്നത്. അതൊന്ന് നല്ലോണം വഴറ്റിയ ശേഷം നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും അതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വഴറ്റണ്ട, കുറച്ചൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ചേർക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തിളക്കുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വന്നോളും, അതിൽ കിടന്ന് കുക്കായിക്കോളും നമ്മളെ ചിക്കൻ. ഇനി ഇതൊരു 20 മിനിറ്റ് അടച്ചു വെച്ച് നന്നായി വേവിക്കാം. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കണേ. ഒരു 20 മിനിറ്റ്സ് നന്നായി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിക്കൻ വെന്തിട്ടുണ്ടാവും കേട്ടോ ഒരുവിധം. ഇനി നമുക്കതിലേക്ക് കോക്കനട്ട് അരച്ചത് ചേർക്കാം. വറുത്തരച്ച തേങ്ങ അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം നിങ്ങൾ ഒഴിച്ചാൽ മതി. എന്നിട്ടിത് ഒരു 10 മിനിറ്റ്സിന് നന്നായി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വറുത്തരച്ച തേങ്ങയിലുള്ള മസാലകളും അതൊക്കെ ഒന്ന് ചിക്കന് നന്നായി പിടിച്ച് കിട്ടും. ഒരു 10 to 15 മിനിറ്റ്സ് ഒന്നും കൂടെ നന്നായി അതൊന്ന് തിളപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് വെക്കണേ. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തേങ്ങാ കൊത്തൊക്കെ വറവ് ചെയ്തിടാം കേട്ടോ. ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ അടിപൊളി തേങ്ങ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. നല്ല ഗീ റൈസൊക്കെ ഇതിൻ്റെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. ഗീ റൈസ്, അപ്പം, പൊറോട്ട, ചപ്പാത്തി എല്ലാവരുടെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.